ഞാനിപ്പോൾ ഉള്ളത് അലയൻസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അലയൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോളേജിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ ക്യാമ്പസിനെ കുറിച്ചിട്ടും ഈ ക്യാമ്പസ് എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാനും അതുമാത്രമല്ല നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ എല്ലാം ഈ ഒരു യൂണിവേഴ്സിറ്റിക്കകത്തുണ്ട്. എന്നെ പിന്നെ ഇവിടെ എക്സൈറ്റഡ് ആക്കിയ കാര്യം എന്താണെന്നറിയാമോ? ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹയർ ചെയ്യുന്ന കമ്പനീസിൻ്റെ എല്ലാം ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എയർബസ്, അതുപോലെ തന്നെ ബോഷ്, ആദിത്യ ബിർല ഗ്രൂപ്പ്, TCS എന്നിങ്ങനെ നിങ്ങളുടെ ഡ്രീം ജോബുകളൊക്കെ കിട്ടാൻ ഇവിടെ വന്ന് പഠിച്ചാൽ മതി. നമ്മൾ ഈ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ അട്രാക്റ്റീവായിട്ട് നമ്മളെ കണ്ണിപ്പെടുന്നത് ഇവിടുത്തെ അഡ്മിൻ ബ്ലോക്കാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആർക്കിടെക്ചർ വൈസ് ഭയങ്കര നല്ല ജോബാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ക്യാമ്പസ് മൊത്തത്തിൽ ഒരു നേച്ചറുമായിട്ട് ഭയങ്കര അടുത്ത് കിടക്കുന്നതാണ്. അതായത് എവിടെ നോക്കിയാലും പച്ചപ്പാണ്. അതുമാത്രമല്ല നമുക്കിങ്ങനെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. പുറത്ത് ഭയങ്കര ചൂടാണെന്ന് എനിക്കറിയാം. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഈ ഗേറ്റ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പെന്നല്ല, അത്യാവശ്യം കൂളായിട്ടുള്ള ഒരു വൈബാണ്, ഒരു ക്ലൈമറ്റാണ്. ഇറ്റ്സ് സൂപ്പർ ഗുഡ്. നമ്മുടെ അലയൻസ് യൂണിവേഴ്സിറ്റി എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നും ഇവിടുത്തെ കേപ്പബിലിറ്റീസ് എല്ലാം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ മെയിനായിട്ടൊരു യൂണിവേഴ്സിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് ഇമ്പോർട്ടൻറ്റ്. അലയൻസ് യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരുപാട് കാറ്റഗറി ഓഫ് എഡ്യൂക്കേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് BTech ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി പ്രോഗ്രാംസ് ഉണ്ട്, ലോ ഉണ്ട്. ഇതിനകത്ത് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ളത് അലയൻസ് സ്കൂൾ ഓഫ് ബിസിനസ് ആണ്. അലയൻസ് സ്കൂൾ ഓഫ് ബിസിനസിൻ്റെ അകത്ത് നമുക്ക് BBAയും അതുപോലെ തന്നെ MBAയും വരുന്നുണ്ട്. BBAയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്കീംസും ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത് BBA മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ഫൈനാൻസും HRM ആണ്. ഇനി MBA നോക്കിക്കഴിഞ്ഞാൽ ഫൈനാൻസ് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അലയൻസ് യൂണിവേഴ്സിറ്റി ഭയങ്കര പോപ്പുലർ ആയിട്ട് വരുന്നത് ഇവരുടെ എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ്. എഞ്ചിനീയറിംഗ് കോഴ്സ് നോക്കുന്ന സമയത്ത് അലയൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിൻ്റെ അകത്ത് നമുക്ക് BTech കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എയറോസ്പേസ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇനി MTech നോക്കുമ്പോൾ MTech ഇൻ AI ആൻഡ് ഡേറ്റാ സയൻസ്, MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കീംസിലെല്ലാം നിങ്ങൾക്ക് MTechഉം BTech ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കോഴ്സസ് ഒന്നും അല്ല വേണ്ടത്, ആർട്ടിലേക്കാണ് പോകാനുള്ളത് എങ്കിൽ അലയൻസ് സ്കൂൾ ഓഫ് ഡിസൈൻ ആൻഡ് ക്രിയേറ്റീവ് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ തന്നെ ഇവർക്കുണ്ട്. വൺ ഓഫ് ദ വെരി ഗുഡ് കോഴ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബാച്ചലർ ഓഫ് ഡിസൈൻ ഫാഷനോ ഇൻറ്റീരിയർ ഡിസൈനിങ്ങോ ആനിമേഷൻ ആൻഡ് ഫിലിം മേക്കിങ്ങോ ഒക്കെ എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് അലയൻസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ അകത്ത് നമുക്ക് BSc ഇൻ എക്കണോമിക്സ് ചെയ്യാനായിട്ട് പറ്റും, MA ഇൻ എക്കണോമിക്സ് ചെയ്യാൻ പറ്റും, PhD ഇൻ എക്കണോമിക്സും അലയൻസ് യൂണിവേഴ്സിറ്റിക്കകത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അലയൻസിനെ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ലോ കോഴ്സസ് ആണ്. അതായത് അലയൻസ് സ്കൂൾ ഓഫ് ലോയ്ക്കകത്ത് വരുന്നത് BA LLB വരുന്നുണ്ട്, LLB വരുന്നുണ്ട്, LLM വരുന്നുണ്ട് ആൻഡ് PhD ഇൻ ലോയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോ ഒക്കെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ഹിയർ. എനിക്കൊക്കെ കൂടുതൽ താല്പര്യം ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഒക്കെയാണ്. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അലയൻസ് സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളുണ്ട്. ഇവിടെ നമുക്ക് BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, BSc ഫിലിം മേക്കിംഗ് ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷൻ ഉണ്ട്, BSc ആനിമേഷൻ, VFX ആൻഡ് ഗെയിമിങ്ങും ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് VFXും അതുപോലെ തന്നെ ഗെയിം ക്രിയേഷനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് പോകാം. ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ പ്രൊഡക്ഷനിലോട്ടും നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അലയൻസിന് ആക്ച്വലി ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ മാത്രമല്ല ക്യാമ്പസ് ഉള്ളത്. അലയൻസ് അസൻ കോളേജ് തുറന്നിട്ട് വേറൊരു ക്യാമ്പസും കൂടെ ഉണ്ട്. അവിടെയും BBAയും MBA ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. ബട്ട് ഏറ്റവും വലിയ ക്യാമ്പസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഉള്ള ക്യാമ്പസാണ്. 60 ഏക്കറിലാണ് മൊത്തത്തിൽ ക്യാമ്പസ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ ക്യാമ്പസ് കാണില്ല. ജസ്റ്റ് ഞാനിപ്പോൾ പലരും പറയുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ പലരും പറയുന്നതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് എടുത്ത് ബാംഗ്ലൂർ വന്ന് ഈ ഒരു യൂണിവേഴ്സിറ്റി വന്ന് കണ്ട് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അത് ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യും നിങ്ങളെ. ഇവിടെ കൊണ്ടും തീരുന്നില്ല. അലയൻസ് സ്കൂൾ ഓഫ് ലിബറൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ BA ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റാ സയൻസ്, PhD ഇൻ സ്കൂൾ ഓഫ് ലിബറൽ ആർട്സ്, ഹിന്ദി, ഇംഗ്ലീഷ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലയൻസ് സ്കൂൾ ഓഫ് സയൻസിൽ നോക്കിക്കഴിഞ്ഞാൽ BSc കെമിസ്ട്രിയും MSc ഡേറ്റയും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കോഴ്സസ് മാത്രമല്ല ഉള്ളത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ, എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. ബട്ട് പോപ്പുലർ ആയിട്ടുള്ള എല്ലാവരും ഒരുപാട് പ്രിഫർ ചെയ്യുന്ന കോഴ്സസ് ഒക്കെയാണ് ഞാനിവിടെ പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ലാബ് ഉണ്ടല്ലോ, ഇത് ഇന്റൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു IoT ലാബാണ്. ഇവിടെ കുറേ പ്രൊഡക്ഷൻസ്, കുറേ റിഗൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ഫണ്ണാണ്. ആൻഡ് 6th ഫ്ലോറിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ 6th ഫ്ലോറിൽ ഒരു ലാബുണ്ട്, കംപ്ലീറ്റ്ലി മാക്, അതായത് ആപ്പിൾ മാക് സിസ്റ്റംസ് മാത്രമുള്ള ഒരു സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാബ്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ക്യാമ്പസിൽ കണ്ട ഒരു കാര്യം ദ ഇൻഫ്രാസ്ട്രക്ചർ. ഇറ്റ്സ് വെരി ഗുഡ്, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്കത് ലാബിലാവട്ടെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലാബ്സ് ആവട്ടെ, ഈവൻ ലൈബ്രറി തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ലൈബ്രറിയും അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിലിറ്റിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇപ്പം ഇവിടെ ഒരു ബിൽഡിംഗ് അവർ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നടുക്ക് ഒരു 3 മരം നിൽക്കുന്നത് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ കെട്ടി വരുന്നത്. ശരിക്കും നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരുപാട് കാടും അല്ലെങ്കിൽ ഒരുപാട് മരങ്ങളും ഉള്ളതിൻ്റെ ഇടയ്ക്ക് നിന്ന് പഠിക്കുന്നതും അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതിൻ്റെ സുഖം അത് വേറെ ലെവലാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ കാഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ഫുഡും കിട്ടും. ഫോർ എക്സാമ്പിൾ ഷവായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷവർമ വേണോ, എന്തും നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ക്യാമ്പസിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു കാര്യം വാങ്ങാൻ പോലും നിങ്ങൾ പുറത്ത് പോകേണ്ട കാര്യമില്ല. ഈ ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ എല്ലാം പ്രൊവൈഡഡ് ആണ്. ഈ ഒരു കോളേജിൻ്റെ അകത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്കകത്തു നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും പിള്ളേർ വരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യക്ക് പുറത്തു നിന്നുള്ള സ്റ്റുഡൻസും ഈ ഒരു കോളേജിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക, ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കി നല്ലൊരു ചിൽ വൈബ് തരുന്ന ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് അലയൻസ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അലയൻസ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സസും കാര്യങ്ങളും വരുന്നത്. ഇനി നമുക്ക് ക്യാമ്പസ് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എയ്റോസ്പേസ് എഞ്ചിനീയറിങ്ങിൻ്റെ ലാബിൻ്റെ അകത്താണ്. സോ ബേസിക്കലി ഇതൊന്നും കണ്ടാലും നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും എന്തൊക്കെയോ പഠിപ്പിക്കുന്ന ഓരോ എക്യുപ്മെൻറ്റ്സ് ആണ്. നമുക്ക് എല്ലാ ലാബും ഒന്നും കയറി കാണാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ബിക്കോസ് ക്ലാസ് നടക്കുകയാണ്. അപ്പോൾ ക്ലാസ് നടക്കുന്ന അവിടെ നിന്ന് നമ്മൾ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്ന ലാബുകളെല്ലാം നമ്മൾ കയറി എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇവിടെ കുറേ പെട്രോൾ എഞ്ചിൻസും ഡീസൽ എഞ്ചിൻസൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ സിംഗിൾ പിസ്റ്റൺ എഞ്ചിൻ, അങ്ങനെ കുറേ സെക്ഷൻസ് വേറെ ഉണ്ട്. ആൻഡ് ഇത് എനിക്ക് തോന്നുന്നു വിൻഡിൻ്റെ എന്തൊക്കെ വെച്ച് ചെയ്യുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ ഇതൊരു വലിയ സാധനമാണ്. ഇതെല്ലാം എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് ആണ്. ആൻഡ് ക്ലാസ്സിൽ പ്രൊജക്ഷനും എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. ആൻഡ് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ആബ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ക്യാമറയ്ക്കകത്തുകൂടി ആ ഒരു ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഇതാണ് നമ്മുടെ കെമിസ്ട്രി ലാബ്. ഇവിടെ പല ലാബുകളും അവർ റീകൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സൂപ്പറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കയറി കാണാൻ പറ്റിയ ഒരു ലാബ് ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറി കണ്ടതാണ്. അപ്പോൾ കെമിസ്ട്രി സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് ഓരോ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും, ലൈക്ക് എല്ലായിടത്തും ഉള്ളതുപോലെ. ഈ കാണുന്നതാണ് നമ്മുടെ അലയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഗേൾസ് ഹോസ്റ്റൽ. എല്ലായിടത്തും പച്ചപ്പ് കൊണ്ടങ്ങ് നിറഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് സോ ഗുഡ്. ആൻഡ് ഈ ഗേൾസ് ഹോസ്റ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ഗ്രൗണ്ട് വരുന്നത്. അവിടെ നിങ്ങൾക്ക് ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു പ്രോപ്പർ പിച്ചുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടും ഉണ്ട്, നിങ്ങൾക്ക് അതും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഈ യൂണിവേഴ്സിറ്റി ഭയങ്കര വൈബാണ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട്, കുറച്ച് ടെമ്പിൾസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ടെമ്പിളാണ്, ഒരു ഗണേശൻ്റെ ഒരു ടെമ്പിളാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. റൈറ്റ് സൈഡിലായിട്ട് കുറേ നഴ്സറി കൈൻഡ് ഓഫ് തിങ്സ് ഉണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റണേ. ആൻഡ് ഇതാണ് ആ പ്രതിഷ്ഠ. നിങ്ങൾക്ക് വന്നിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നിരുന്ന് പഠിക്കാനും പറ്റും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ. ജസ്റ്റ് നമുക്കിതാ ഇതിലേ ഇങ്ങനെ നടന്നു പോകാൻ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണ്. പുറത്തുനിന്നുള്ള വണ്ടിയുടെ സൗണ്ടോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ അലയൻസ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്നും ആൻഡ് യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ കറങ്ങി കണ്ടു എന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റീനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ജസ്റ്റ് കമൻറ്റുകളൊക്കെ നോക്കാതെ നിങ്ങൾ തന്നെ പേഴ്സണലി ഇവിടെ വന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ആ തന്നിട്ടുള്ള കോൺടാക്റ്റിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുകളുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും.
ആൻഡ് ഫ്രം മൈ എക്സ്പീരിയൻസ്, ഇത് ഞാൻ ജസ്റ്റ് ഒരു പ്രൊമോഷൻ്റെ ലെവലിൽ പറയുന്നതല്ല, ഫ്രം മൈ എക്സ്പീരിയൻസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. ലൈക്ക് നമ്മുടെ ടീം മൊത്തത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് ക്യാമറമാൻ ആയാലും എൻ്റെ മാനേജർ ആയാലും എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു. ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും സ്റ്റുഡൻസും ആണ്. ആൻഡ് നമ്മൾ കയറി വന്ന സമയത്ത് തന്നെ അവിടെ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 4 മലയാളി പിള്ളേരാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാവുന്നതാണ്. എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഓൺലൈനായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു റെഫറൽ കോഡ് പറഞ്ഞു തരാം. ഈ കാണുന്ന AUADM01 എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് താഴെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ പറ്റും. ആൻഡ് ഫോൺ നമ്പറും കൊടുത്തിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ബൈ.